ഇന്ന് നല്ല പൊരി വെയിലത്താണ് ക്ലാസ് വിട്ട് വന്നത്. അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ നല്ല തലവേദനയായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ എണ്ണ തേച്ച് കുളിക്കുമ്പോഴേ പിന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല തലവേദനയാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ചോറൊക്കെ കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങി നോക്കി. പക്ഷേ തലവേദന അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ ഫാനും ഇടാൻ പറ്റണില്ല, ഒടുക്കത്തെ ചൂടും എല്ലാം കൂടി ആയിട്ട് നല്ല തലവേദന. ഗുളികയൊക്കെ കഴിച്ചാണ് കിടന്നത്, പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഇന്ന് സംഘമുള്ള ദിവസമായിരുന്നേ. അപ്പോൾ അമ്മ സംഘത്തിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ രാവിലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ അങ്ങ് പോയി എടുത്തു കേട്ടോ. നല്ല വെയിലാണേ. തലവേദന കാരണം എന്ത് കാണിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇതിലേക്ക് കുറേ നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീനിനെ വന്ന് നോക്കിയപ്പോൾ അത് അവന് മീനിനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പൊക്കി കാണിച്ചു കൊടുക്കുകയാണേ. ഇത് മീനിനെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണുന്ന അവന് ഭയങ്കര കൗതുകമാണേ. ആരെപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും അവനെ പൊക്കി കാണിക്കാൻ എപ്പോഴും പറയും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണേ. അമ്മ വരാൻ കുറേ സമയം എടുക്കും കേട്ടോ. കുറച്ച് താഴെയായിട്ടുള്ള വീട്ടിലാണേ പോയേക്കുന്നത്. പിന്നെ ഞാനിരുന്ന് നെയിൽ പോളിഷ് ഇടുന്ന കണ്ടിട്ട് ചുണ്ടത്ത് തേക്കുന്ന ലിപ്സ്റ്റിക്കാന്ന് ഓർത്തിട്ട് അവന് തേച്ച് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. തലവേദന കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കറ്റാർവാഴ പൊട്ടിക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഈ കൂട്ടിൽ നട്ടിട്ടാണോ എന്നറിയില്ല, വലുതാവൽ ഭയങ്കര കുറവാണേ, ചെറിയ ഇലകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കുളിച്ചേ. അപ്പോഴത്തേനും അമ്മ വന്നപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ടു. പിന്നെ അച്ചപ്പം ഇരിപ്പുണ്ടായിരുന്നു, അതും തന്നെ. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പോൾ ഇവിടെ സന്ധ്യയാകുമ്പോൾ ഒരുപാട് നേരം ഓട്ടോ, 7:30 ആകുമ്പോഴാണ് നന്നായിട്ട് ഇരുട്ടുള്ളേ. അപ്പോൾ ഇപ്പോഴും നല്ല വെട്ടമാണ് കേട്ടോ. അങ്ങനെ ദീപമൊക്കെ കത്തിച്ചു. ഒരു 6:45 ആയപ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോഴും നല്ല വെട്ടമുണ്ടേ. പിന്നെ നാളേക്ക് കുറേ ഹോംവർക്ക് അതുപോലെ പഠിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ പിന്നെ എന്നും എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. എഴുതാനുള്ളത് എഴുതും, പിന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. അപ്പോഴത്തേനും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ, രാത്രിയിലൊക്കെ ഉള്ളത്. കുറച്ച് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഞാൻ എഴുതുന്നതിനിടയ്ക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും കാണത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ